ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു 3MP ക്യാമറ സെക്യൂരിറ്റി ക്യാമറ നമുക്കങ്ങനെ സെറ്റിങ്സ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. നമുക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒന്നുകിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു റൗട്ടർ വെച്ചിട്ടും നമുക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യാം. ഇതിപ്പോൾ ഫുൾ ടൈം ഓൺ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ റൗട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ സിം ഇടുന്ന ടൈപ്പാണ്, കണ്ടോ, സിം ഇടാനുള്ള സ്ലോട്ടാണ് അവിടെ സിം ഇട്ടിട്ടുണ്ട്. CP+ എന്ന് പറയുന്ന കമ്പനിയുടെയാണിത്. അതുപോലെ ലാനുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ ഒരു അഡാപ്റ്ററും കൂടിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ 4 ക്യാമറ അറ്റ് എ ടൈം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 4 കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഞാനൊരു റൗട്ടറും കൂടി വാങ്ങിച്ചു. CP+. ഇതാണ് നമ്മുടെ ക്യാമറയ്ക്കൊരു ബേസ് ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ച് കളഞ്ഞതാണ്. നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. ബാക്ക് സൈഡിലൊരു സ്പീക്കർ കാണാം. അതേപോലെ തന്നെ സൈഡിൽ മെമ്മറി കാർഡ് ഇടാനുള്ളൊരു സ്ലോട്ടും ഞാൻ അതിലൊരു മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. 256 GB ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇട്ടിട്ടുള്ളത് 128 GB ആണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഹോൾ കൂടി കാണാം. അവിടെ ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് മൊബൈലിലെ സിം കഴിക്കുന്ന പോലെ അത് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. അപ്പോൾ നമ്മൾ ക്യാമറ ഓണാക്കി. അപ്പോൾ അതൊരു വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട് ക്യാമറ. ഇനി നമ്മളതൊന്ന് റീസെറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ആ ഹോളിൽ നിന്നിട്ട് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവും. ഇപ്പോൾ റീബൂട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ളൊരു വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റി. അതിനുശേഷം നമ്മൾ മൊബൈലിൽ ടാപ്പോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. TP ലിങ്കിൻ്റെ ആപ്പാണ്. അതിനുശേഷം ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടി ആ പ്ലസ് ബട്ടൺ അടിക്കുക. നമ്മളിപ്പോൾ അതിൽ പല ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് TPC 110 എന്നുകൊണ്ടുള്ള ടൈപ്പ് ക്യാമറയാണ്. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട് വർക്കിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ LED ബ്ലിങ്ക് ചെയ്യുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇതേപോലെ കണക്ഷൻ ആവും. അതിനുശേഷം നമുക്ക് വൈഫൈ നെറ്റ്വർക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ CP+ൻ്റെ ആണ് നമ്മുടെ വൈഫൈ. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് നമുക്ക് സേവ് പാസ്വേഡ് എടുത്തോട്ട് അടിച്ചു കൊടുത്തുള്ളതാണ്. ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് പോവാം. ഇതൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഞാനത് കുറച്ച് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ക്യാമറയ്ക്ക് പേരിടാനുള്ളൊരു ഇതാണ്. അപ്പോൾ കുറേ ക്യാമറ ഉണ്ടെങ്കിൽ 1 2 3 എന്നോ അങ്ങനെ എന്തെങ്കിലും ഇടാം. കുറച്ച് ഈ കണക്ഷനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഏത് സ്ഥലത്താണ് വയ്ക്കുന്നത് അനുസരിച്ച് നമുക്കതിൻ്റെ പേര് ഇടാം. അതായത് കസ്റ്റം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പേരിടാനായിട്ട് കസ്റ്റം ഓപ്ഷൻ എടുക്കുകയാണ്. അതിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് സൈഡിൽ വയ്ക്കാനുള്ളൊരു ക്യാമറയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തു ഏതെങ്കിലും ഒരു സിമ്പിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീടിൻ്റെ ആണോ ഏതെങ്കിലും ഒരു സിമ്പിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ നെക്സ്റ്റ് പോവുക. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സെറ്റിങ്സ്. ഇനി ഇതിൽ പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ടോ, 1 മന്ത് ഫ്രീ ഉണ്ട്. അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാണ്. ക്ലൗഡ് സ്റ്റോറേജ് ചെയ്യുന്നില്ല. ദെൻ മെമ്മറി കാർഡിൻ്റെ ഓപ്ഷനാണ്. മെമ്മറി കാർഡ് നമ്മൾ ഓൾറെഡി അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ദെൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ടൈമാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ തൊട്ട് കഴിഞ്ഞാൽ അത് വർക്കിംഗ് കണ്ടീഷനായിരിക്കും. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ സെറ്റിങ്സ് ചെയ്തിട്ട് ഒരു ക്യാമറ വർക്കിംഗ് ആക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ 2K റെസൊല്യൂഷൻ കിട്ടുന്ന ഒരു ക്യാമറയാണിത്. അതുകൊണ്ട് തന്നെ 2K ഇട്ടിട്ട് 2-3 ഇമേജ് കാണിച്ചു തരാം. ഇത് 2K റെസൊല്യൂഷനിൽ നമ്മുടെ ഇൻഡോർ എങ്ങനെ ഇരിക്കും ഫുൾ ലൈറ്റിൽ എന്നുള്ളൊരു പിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ
ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഡാർക്ക് ആകുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ് നമ്മളത് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഓപ്പൺ സ്പേസിലുള്ളൊരു ഇതുകൂടിയുണ്ട്. ഇത് ഓപ്പൺ സ്പേസാണ്, നൈറ്റിൽ എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ 2K റെസൊല്യൂഷൻ ഇട്ടിട്ട് എടുത്തിട്ടുള്ളതാണ്.